തണ്ണീർക്കൊമ്പൻ നഗരത്തിലെത്തിയിട്ട് 10 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. സുർജിത്ത് അയ്യപ്പത്തും സജോ ദേവസ്യയും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, 10 മണിക്കൂർ ആകുന്നു. സജോ ദേവസ്യാണ് ആദ്യം. സജോയിലേക്ക് പോകാം, അതിനുശേഷം സുർജിത്ത് അയ്യപ്പത്ത് ചേരും. സജോ, മണിക്കൂറുകളായിരിക്കുന്നു. ആശങ്കയുടെ മുൾമുനയിൽ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത നടപടികളിലേക്ക് കടക്കാൻ, അതുമാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്. സന്ധ്യയായാൽ ഇതൊക്കെ തന്നെ വലിയ വെല്ലുവിളിയായി മാറും. അപ്പം അതിനു മുൻപേ ഇക്കാര്യങ്ങൾ മയക്കുവെടി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കുമോ? സ്മിത, 10 മണിക്കൂറാകുന്നു. മാനന്തവാടി നഗരം പൂർണ്ണമായും സ്തംഭിച്ചിട്ടും ഏതാണ്ട് അത്രയധികം സമയമാകുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് കുറവൊന്നുമില്ല, അക്കാര്യത്തിൽ തർക്കവുമില്ല. കാരണം ഈ നഗരമേഖലയിലേക്ക് ഒരു കൊമ്പൻ എത്തുന്നു എന്നതാണ് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കിയ ഒരു കാര്യം. പക്ഷേ ഇതുവരെ ശാന്തപ്രകൃതമാണ്. മറ്റെന്തെങ്കിലും ഒരു അക്രമ സംഭവത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. വലിയ നാശനഷ്ടത്തിലേക്കോ പ്രശ്നത്തിലേക്കോ ഒന്നും കാര്യങ്ങൾ പോയില്ല എന്നത് ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. ഒപ്പം ഈ ഉത്തരവിറങ്ങുന്നതിന് ഒരു അല്പം കാലതാമസമുണ്ടായി. ഇക്കാര്യത്തിൽ മയക്കുവെടിയിലേക്ക് തന്നെ പോകണമോ എന്നതായിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇതൊരു നഗരമേഖലയാണ്, വലിയ ജനവാസ മേഖലയാണ്, വീടുകളുണ്ട്, വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, മറ്റ് നിരവധി സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും ഒക്കെയുണ്ട്, കൃഷിസ്ഥലങ്ങളുണ്ട്. വലിയ തോതിൽ ജനസാന്ദ്രതയേറിയ ഒരു പ്രദേശമാണ്. ഇവിടെ നിന്ന് തുരത്തുക, 12 കിലോമീറ്റർ അകലെ വനാതിർത്തിയിലേക്ക് തുരത്തി എത്തിക്കുക എന്നത് അപ്രായോഗികമാണെന്നത് വ്യക്തമായി. ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്നുള്ള റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവ് പുറത്തിറങ്ങിയിട്ട് ഏതാണ്ട് 1 മണിക്കൂറോ മറ്റോ ആകുന്നതേ ഉള്ളൂ, 1-2 മണിക്കൂറേ ആകുന്നതേ ഉള്ളൂ. മറ്റ് ക്രമീകരണങ്ങളോടെ പൂർത്തിയാക്കി പുത്തങ്ങയിൽ നിന്ന് 2 കുങ്കിയാനകളെ, ഈ ദൗത്യത്തിൽ സാധാരണ പങ്കാളികളാകുന്ന അക്കാര്യത്തിൽ അനുഭവ സമ്പത്തുള്ള 2 കുങ്കിയാനകൾ, വിക്രം, സൂര്യ, 2 കുങ്കിയാനകളെയും ഇവിടെ സ്ഥലത്തേക്ക് എത്തിച്ചു. ഒപ്പം ഈ പ്രദേശത്ത് പൂർണ്ണമായും മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും നഗരം പൂർണ്ണമായും അടച്ചിടുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഗതാഗത നിയന്ത്രണമുണ്ട്, വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടച്ചിട്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു കാര്യം, അത് ആനയെ കൃത്യമായി നിരീക്ഷിക്കുക, ആരോഗ്യസ്ഥിതി വിലയിരുത്തുക. അത് ദൗത്യ സംഘത്തിന്റെ ഒരു വിവേചനാധികാരമാണ്. അതിനുശേഷം മയക്കുവെടിയിലേക്ക് കടക്കുക എന്നതാണ്. പക്ഷേ കുറെ കൂടി സമയമെടുക്കും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് പ്രധാനപ്പെട്ട കുറേയധികം കാര്യങ്ങളുണ്ട്. ഒന്ന്, കൃത്യമായ പ്രോട്ടോകോൾ പാലിക്കണം. 2, ആനയെ കൃത്യമായി നിരീക്ഷിക്കണം. കാരണം ഇത് ഹാസനിൽ നിന്ന് പിടികൂടി നാഗർഹോള വന്യജീവി സങ്കേതത്തിലെ വനമേഖലയിൽ തുറന്നുവിട്ട ആനയാണ്. അവിടുന്ന് ഇത്രയധികം, കൃത്യമായി പറഞ്ഞാൽ 2 ആഴ്ച മുൻപാണ് കഴിഞ്ഞ 16-നാണ് പിടികൂടി. അവിടെ സ്ഥിരമായി ആ വേലൂർ ഡിവിഷനിലെ കാപ്പിത്തോട്ടത്തിലൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് പിടികൂടി വനത്തിലേക്ക് അയച്ച ആനയാണ്. റേഡിയോ കോളർ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നേരെ കർണാടക വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ബന്ദിപ്പൂർ മേഖലയിൽ, അതും കർണാടക റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ്, ബന്ദിപ്പൂർ വനമേഖലയിൽ തുറന്നു വിടുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. അതായത് ഫലത്തിൽ കർണാടക ഉദ്യോഗസ്ഥരുടെ തന്നെ നിയന്ത്രണത്തിലേക്ക് കൈമാറുക എന്നതാണ്. അവിടെ തുറന്നു ാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഇനിയിപ്പോൾ ദൗത്യമാണ് വേണ്ടത്. ദൗത്യം സംബന്ധിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം അനുഭവ ഇക്കാര്യത്തിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ടീം തന്നെ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പല ഓപ്പറേഷനുകളും ഭംഗിയായി തന്നെ അവർ നടത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സമയക്രമം, ഇപ്പോഴത്തെ വെയിലിൻ്റെ ഒരു സാഹചര്യം, ആനയുടെ ഒരു ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കണം. അതെല്ലാം കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം കർണാടകയുമായുള്ള ആശയവിനിമയമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. പക്ഷേ സമയം വൈകുന്നുണ്ട്. പക്ഷേ ആളുകളുടെ ഒരു ആശങ്കയൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലുണ്ട്. അവർ പക്ഷേ പറയുന്നത് ദൗത്യം കൃത്യമായി പൂർത്തീകരിക്കാൻ കൂടുതൽ സമയമെടുക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആന എന്തെങ്കിലും തരത്തിൽ പരിഭ്രാന്തനല്ല, ഏതെങ്കിലും തരത്തിൽ അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ട. ഒപ്പം ഇവിടെ ക്രമീകരണങ്ങളെല്ലാം എത്തിച്ചിട്ടുണ്ട്, കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടെ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ നിരീക്ഷണവും സാന്നിധ്യവും ഉണ്ട്. മേഖലയിലുള്ള ആളുകളെ ഒഴിപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദൗത്യസംഘമാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. അത് അവർക്ക് വിടുക. കുറച്ച് സമയം കൂടി അക്കാര്യത്തിൽ എടുക്കും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത്രയധികം സമയമായി, 10 മണിക്കൂറിലധികം സമയമായി മാനന്തവാടി ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ചിട്ടുണ്ട്. ആളുകൾക്ക് അങ്ങനെ ഒരു ആശങ്ക ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ മറുവശത്ത് വനം വകുപ്പിന് ആശ്വാസം പകരുന്ന പ്രധാനപ്പെട്ട കാര്യം, ആന കുറച്ച് വാഴയും വരുന്ന വഴിക്കുള്ള കുറച്ച് കാർഷിക വിളകളൊക്കെ ഒന്ന് പറിച്ച് എടുക്കുകയും മറ്റും ചെയ്തതൊഴിച്ചാൽ മറ്റെന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഈ യാത്രയിലുടനീളം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. ഒപ്പം മറ്റ് ആന ശാന്തപ്രകൃതിയോട് തന്നെ തുടരുന്നു. അതുകൊണ്ട് കുറെ കൂടി ദൗത്യം എളുപ്പമാകും എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ ഒരു വിശ്വാസം. പക്ഷേ ഈ ദൗത്യത്തിലേക്ക് കടക്കുന്നതിന് കുറെ കൂടി സമയമെടുക്കുന്നുണ്ട്. കൃത്യമായി ടീം എവിടെ എത്തുക, കാര്യങ്ങളൊക്കെ അതിൻ്റെ മുറ പോലെ നടക്കുക എന്നതിന് കുറെ കൂടി സമയമെടുക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ആ കാര്യത്തിൽ ഇപ്പോൾ ആശങ്കപ്പെടുകയൊന്നും വേണ്ട. ദൗത്യത്തിലേക്ക് വളരെ വേഗത്തിൽ കടക്കാൻ കഴിയും. ഈ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതിനൊരു കാരണം പറയുന്നത് ആന അത്ര പരിഭ്രാന്തി കാണിക്കുന്നില്ല, അല്ലെങ്കിൽ പരാക്രമങ്ങളും കാണിക്കുന്നില്ല. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ആന ഉറങ്ങുന്നത് പോലെയാണ്. വളരെ ശാന്തനായി അവിടെ നിൽക്കുന്നു, ഉറങ്ങുകയാണ് ആന എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇത് എപ്പോഴും അങ്ങനെ ആകണമെന്നില്ലല്ലോ. ഓരോ സമയം മാറുന്തോറും ആന ഒരു പക്ഷേ പരാക്രമങ്ങളിലേക്ക്, പരിഭ്രാന്തിയിലേക്ക് ഒക്കെ കടന്നേക്കാം. അപ്പോൾ ഈ ശാന്തനായി നിൽക്കുന്ന ആനയെ എത്രയും പെട്ടെന്ന് തന്നെ ഈ മയക്കുവെടി വയ്ക്കുക, ആ നടപടിയിലേക്ക് കടന്നാൽ അത് എളുപ്പമാകാത്ത വെല്ലുവിളികൾ അതെന്തെല്ലാമാണ് ഇപ്പോൾ നിലവിലുള്ളത്?
സ്മിത, ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് നേരിട്ട്, അതായത് നേരിട്ട് സൂര്യപ്രകാശം പതിക്കുന്ന നല്ല ചൂടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഓപ്പറേഷൻ നടത്തുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടാകുമോ എന്നൊരു ആശങ്കയുണ്ട്. ഈ സ്ഥലത്ത് തന്നെയാണ്, ഇവിടെ തന്നെ വെച്ച് ഈ ഓപ്പറേഷൻ ദൗത്യത്തിലേക്ക് കടക്കാമെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. കാരണം മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നത് പ്രായോഗികമല്ല. അല്പം ഒരു ഫ്രീ സ്പേസ് എന്നൊക്കെ പറയാൻ കഴിയുന്ന കുറച്ചൊരു സ്പേസ്, ഈ ഓപ്പറേഷന് പറ്റുന്ന ഒരു സ്പേസ് തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് പ്രദേശം ആന നിൽക്കുന്ന ആ ഒരു ഭാഗം ഒരു ചതുപ്പ് മേഖലയാണ്. അതിനോട് ചേർന്നൊരു ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് കുങ്കിയാനകളെയൊക്കെ എത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും ഒക്കെയുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഈ ഓപ്പറേഷൻ ഇപ്പോൾ സാധ്യമാവുകയുള്ളൂ. മറ്റെങ്ങോട്ടെങ്കിലും ആനയെ നീക്കി അതിന് ശേഷം മയക്കുവെടി വെക്കുക എന്നത് അപ്രായോഗികമാണ്. കാരണം അവിടെയെല്ലാം വീടുകൾ തിങ്ങി നിറഞ്ഞ മേഖലയാണ്. ആന പെട്ടെന്ന് പരിഭ്രാന്തിയായി ഓടുകയോ മറ്റോ ചെയ്താൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഇവിടെ തന്നെയാണ് നടത്തേണ്ടത്. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം, ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് ഇങ്ങനെ നേരിട്ട് സൂര്യപ്രകാശമുണ്ട്, നല്ല ചൂടുണ്ട്, ആന ഒരുപക്ഷെ കുറേയധികം ദൂരം ഇതിനകം പിന്നിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒക്കെ, ക്ഷീണവും മറ്റോ ഉണ്ടാകാം. അതൊക്കെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു ഇതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. അത് നോക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നതുകൊണ്ടാണ് അതിനുവേണ്ടി കുറച്ച് സമയമെടുക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ഓപ്പറേഷൻ സംബന്ധിച്ച് ഇപ്പോൾ മാത്രമാണ് വനം വകുപ്പ് ഒരു അന്തിമമായ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയത്. മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളെ മുൻകൂട്ടി കാണുക, അതിന് മുൻകരുതലെടുക്കുക എന്നതൊഴിച്ചാൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ട് എന്ന് തോന്നുന്നില്ല. അതിലേക്ക് കടക്കുക എന്നാണ്. പക്ഷേ ആളുകളുടെ ആശങ്ക, തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ നമ്മൾ നേരത്തെ പലതവണയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ പലതരം സംഭവങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തെ, ഈ അടിയന്തര സാഹചര്യത്തെ നേരിടുന്നതിന് മുൻഗണന കൊടുക്കുന്നു. അതിന് കുറച്ചുകൂടി സമയമെടുത്താലും ദൗത്യത്തിൽ ഒരു പിഴവും വരാതിരിക്കാനുള്ള ഒരു കരുതലാണ്, ശ്രമമാണ് എടുക്കുന്നത് എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. കാരണം എല്ലായിടത്തു നിന്നും ആളുകളെയൊക്കെ പല നിലയ്ക്ക് മാറ്റുന്നുണ്ട്. കാരണം കണ്ണൂരിൽ മുൻപൊരു ദാരുണ സംഭവം ഇങ്ങനെ ആനയെ വനത്തിലേക്ക് തുരത്തുന്നതിനിടെ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം കണ്ണൂരിലെ ഉളിക്കലിൽ ഉണ്ടായതാണ്. ഉളിക്കൽ ടൗണിൽ ഇറങ്ങി ആനയെ തുരത്തുന്നതിനിടെ കാണാനായി എത്തിയ അവിടുത്തെ പ്രദേശവാസി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഒരു മുൻകരുതലും മറ്റും ഒക്കെ എടുക്കുകയും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളുകളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ ഒരു പ്രദേശത്ത് നിന്ന് പരമാവധി സുരക്ഷയൊക്കെ പാലിക്കാനുള്ള ഒരു കരുതൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ദൗത്യ സംഘം ഇങ്ങോട്ടേക്ക് എത്തുകയും അവരാണ് പിന്നീട് അക്കാര്യത്തിലൊരു അന്തിമമായ തീരുമാനമെടുക്കേണ്ടത്. അത് എന്തുകൊണ്ട് വൈകുന്നു എന്ന കാര്യത്തിൽ വ്യക്തമായൊരു മറുപടിയും വിശദീകരണവും വനം വകുപ്പ് നൽകിയിട്ടില്ലെങ്കിലും ദൗത്യം ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു എന്നതാണ്. അതിന് കുറച്ചുകൂടി സാവകാശം വേണമെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത്. എന്തുകൊണ്ട് വൈകുന്നു എന്നത് സംബന്ധിച്ച് അവർ തന്നെ വീണ്ടും വിശദീകരിക്കും എന്ന് നമുക്ക് കരുതാം. ഏതായാലും ഇപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഈ സാഹചര്യങ്ങൾ പൂർണ്ണമായും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആന നിലയുറപ്പിച്ചുള്ള ഈ സ്ഥലത്ത് തന്നെ വെച്ച് ദൗത്യം നടത്തുക എന്നതാണ് ഇപ്പോഴത്തെ ആലോചന. കൂടുതൽ മറ്റെന്തെങ്കിലും തരത്തിൽ മാറ്റം ആവശ്യമുണ്ടെങ്കിൽ അത് ദൗത്യ സംഘം തന്നെ നിർദ്ദേശിക്കുന്നതിനനുസരിച്ചായിരിക്കും. ഏതായാലും കുങ്കിയാനകളെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട്, അങ്ങനെ വാഹനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ വിന്യാസം മറ്റിടങ്ങളിൽ, സുരക്ഷാ കാര്യങ്ങൾ, അവർ മറ്റു പുറത്തുള്ള ആളുകളുടെ സുരക്ഷയും മറ്റും സംബന്ധിച്ച് അവരുടെ വിന്യാസവും ഇവിടെയുണ്ട്. അങ്ങനെ ക്രമീകരണങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ ദൗത്യ സംഘവും ഈ കുങ്കിയാനകളും കൂടി ഈ ആനയെ സമീപിക്കുക, അല്ലെങ്കിൽ ആനയുടെ അടുത്തേക്ക് എത്തുക എന്നത് മാത്രമാണ് അവശേഷിക്കുന്നത്. അതൊരു പക്ഷേ ഈ വെയിലും മറ്റും കുറെ കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നതുകൊണ്ടായിരിക്കാം അതിനുവേണ്ടി അവർ കാത്തു നിൽക്കുക. എന്തായാലും മറ്റു ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ